യേശോപ്പായുടെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ച് കൂടാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവൻ മാനവും മഹത്വവും അർപ്പിക്കുക. ഈ പ്രതികൂല സാഹചര്യത്തിൽ യേശുവിൻ്റെ സ്നേഹം വിലയേറിയതായി അത് അനുഭവിപ്പാനും സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാനും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ വലുതായി ഞാൻ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവുമുള്ള ഗ്രേസ് ടിവിയുടെ സന്ദേശങ്ങളിൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം സക്സസ് ആകാൻ, വിജയകരമാകാൻ നാം എന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നാം എങ്ങനെ ജീവിക്കണം? ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ കൂടെ ജീവിക്കുന്ന, യേശുവിൽ വസിക്കുന്ന, യേശുവിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ പരാജയപ്പെട്ടു പോകില്ല, തകർന്നു പോകില്ല. എന്നും അവനൊരു ജയാളിയായിരിക്കും. ജയത്തിൽ അവൻ വസിക്കും. ആത്മാവിൻ്റെ വിടുതലും ശക്തിയും അവൻ അനുഭവിച്ചറിയും. അതേ പ്രിയരെ, കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ യേശുവിൻ്റെ ആത്മാവിനാൽ, യേശുവിൻ്റെ വെളിപ്പാടിനാൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു ചെറിയ വാക്യമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ എഫേസ്യ ലേഖനത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ വാക്യങ്ങളിൽ ഒരു വാക്യമാണ് ഈ 27-ാമത്തെ വാക്യം. ഒറ്റ സെൻറ്റൻസ് കൊണ്ട് പൗലോസ് ആ വാക്ക് നിർത്തിയിട്ട് അടുത്ത വാക്യത്തിലേക്ക് കയറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് പറയുകയാണ്, എഫെസോസിലുള്ള വിശ്വാസികളോട് അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു ദൈവവൈദ്യൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും ഉണ്ടാകണമെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയാണ് പിശാച്. പിശാചിന് ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് പിശാചിന് ഇടം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഒരു ദൈവിക വിടുതൽ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കുവാൻ കഴിയാതെ പോകും. പിശാച് നമ്മളെ തകർത്ത് കളയും. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തേണ്ട വ്യക്തി പിശാചാണ്. പിശാച് നിങ്ങളെ കലക്കും. പിശാച് നിങ്ങളുടെ നന്മയെ അപഹരിക്കും. നിങ്ങളുടെ സ്വസ്ഥത എടുത്തു കളയും. നിങ്ങളെ ആത്മീക മേഖലയിൽ നിന്നും നിങ്ങളെ ജഡിക മേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന നിങ്ങളെ പക്ക ജഡീകനാക്കി, ജഡമനുഷ്യനാക്കി തീർക്കാൻ പിശാചിന് കഴിയും. അതുകൊണ്ട് നാം ഒരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിൽ ഓടി അങ്ങേ അറ്റത്ത് ബിരുദു പ്രാപിക്കുവാനായി നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ കിരീടം അവകാശമാക്കുവാനായി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് ഓടി തികയ്ക്കേണ്ടത് ഉണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് ഓടി തികച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കിരീടം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ ഓട്ടത്തെ തെറ്റിക്കുന്ന, നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന, നിന്റെ ദർശനത്തെ മങ്ങീഭവിപ്പിക്കുന്ന, യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അടർത്തിക്കൊണ്ടു പോകുന്ന ഏതൊരു പൈശാചിക മണ്ഡലമായാലും അതിനെ ജയിക്കണമെങ്കിൽ പിശാചിനോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പിശാചിനോട് നിങ്ങൾ അടുക്കരുത്. പിശാചിൻ്റെ പ്രവൃത്തികളെ അറിയാതെ ഇരിക്കരുത്. പിശാചിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നീ ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളെ ഉയർത്താവുന്നതിൻ്റെ അപ്പുറം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരും. നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നിങ്ങളുടെ തലമുറയ്ക്കൊരു അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും യേശു നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങൾ പോകാത്ത രാജ്യങ്ങളിൽ നിങ്ങൾ കാലു ചവിട്ടും. നിങ്ങൾ കയറാത്ത വാഹനങ്ങളിൽ ദൈവം നിങ്ങളെ കയറ്റും. നിങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ലാത്ത ബെഡുകളിൽ ദൈവം നിങ്ങളെ കിടത്തി ഉറക്കും. നിങ്ങൾ താമസിച്ചിട്ടില്ലാത്ത വീടുകളിൽ ദൈവം നിങ്ങളെ താമസിപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ ആരോടൊക്കെയോ ദൂത് പറയുകയാ, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കാതെ പകരം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ നിങ്ങളെയും എന്തു ചെയ്യും? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉയർത്തും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിന്നാൽ ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം, ആ പൊസിഷൻ കൊടുക്കേണ്ടതുപോലെ നമ്മൾ കൊടുത്താൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും ജയിച്ച് കാൽ കീഴെ ആക്കി സാത്താൻ്റെ തലയെ ക്രിസ്തു തകർത്തതുപോലെ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ തകർക്കാൻ, അതിനെ ഉടയ്ക്കാൻ, അതിൽ ജയം കൊള്ളുവാൻ ദൈവം നമുക്ക് അധികാരവും ശക്തിയും കൃപയും നൽകുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ഗതി പിടിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നന്മയുണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് ഒരു വ്യത്യാസമുണ്ടാകാൻ, ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം ക്രിസ്തുവിനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് ആത്മാവിൽ നിങ്ങൾ ബലപ്പെടാനും പ്രാർത്ഥിക്കാനും ശക്തീകരിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്, പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. ഒരു ചൊല്ലുണ്ട്, ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പും ഒഴുകുകയില്ല. ഒന്നിൽ ആ ഉറവയിൽ കയ്പായിരിക്കും ഒഴുകുന്നത്, അല്ലെങ്കിൽ ആ ഉറവയിൽ മധുരമായിരിക്കും ഒഴുകുന്നത്. ഒരിക്കലും കയ്പും മധുരം കൂടെ ഒഴുകത്തില്ല. എന്നതുപോലെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ശരീര മേഖലകളിൽ ഒരിക്കലും പിശാചും ഈ ദൈവവും കൂടെ അല്ലെങ്കിൽ ക്രിസ്തുവും കൂടെ ഒരുമിച്ച് പോകുകയില്ല. ഒന്നിൽ പിശാചിൻ്റെ പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും. ശൗലിൻ്റെ മേലുള്ള ആത്മാവിനെ എടുത്തു മാറ്റി യഹോവയായ ദൈവം ദുരാത്മാവിനെ അയച്ചു എന്ന് വായിക്കുന്നില്ലേ? അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു സ്ഥലത്ത് യേശുവിൻ്റെ ആത്മാവ് നയിക്കുന്ന ഒരു മേഖലയിൽ, ഒരു വ്യക്തിയിൽ ഒരിക്കലും പിശാചിന് ഇടമില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. നിങ്ങൾ കർത്താവിനാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകാൻ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ 5 വിധ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തണം. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കാതെ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മളിൽ നിന്ന് എടുത്തു നീക്കിയാൽ ഒരു നിത്യരാജ്യം, സ്വർഗരാജ്യം നമുക്ക് വേണ്ടി
കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ നിലയിലാണ് ഒരു വ്യക്തി പിശാചിന് ഇടം കൊടുക്കുന്നത് എന്ന് ആ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പിശാചിനിടം എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഒന്നാമത്, പിശാച് നമ്മളിൽ പ്രവർത്തിക്കാൻ ഒരു കാരണമുണ്ടാകും, ഒരു മാനദണ്ഡം ഉണ്ടാകും. പിശാചിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവയ്ക്കും. അതിൽ കൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് കാലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിമാരും അമ്മച്ചിമാരും ഒക്കെ മത്സ്യ കടയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ മുറ്റത്തിരുന്ന് വെട്ടുമ്പോൾ ഈ പൂച്ചയൊക്കെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഈ പൂച്ച കരഞ്ഞുകൊണ്ട് അടുക്ക വന്നിരിക്കുമ്പോൾ പിച്ചാത്തിയുടെ ആ പിടി വെച്ച് പൂച്ച ഇടിക്കും. എന്നിട്ട് ഓ പൂച്ചയെന്ന് പറയും. പൂച്ച ഇടിയും വാങ്ങിച്ചുകൊണ്ട് ഓടും. പക്ഷേ 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഈ പിശാച് അല്ലെങ്കിൽ ഈ പൂച്ച വീണ്ടും എന്ത് ചെയ്യും, തിരികെ വരും. എന്നിട്ട് അതേ പൊസിഷൻ ഇരുന്നുകൊണ്ട് ഈ അമ്മച്ചിയുടെ മുമ്പിൽ ഇരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്. അതേസമയം അമ്മച്ചി ആ ഇടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മീൻ വെട്ടിയതിൻ്റെ തല അല്ലെങ്കിൽ അതിൻ്റെ വാല് അല്ലെങ്കിൽ അതിൻ്റെ ഉടല് ഈ പൂച്ചയുടെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ പൂച്ച അത് തിന്നിട്ട് മിണ്ടാതെ പോകുന്ന കണ്ടിട്ടുണ്ട്. പിശാചിന് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് പോ പിശാചേ എന്ന് പറഞ്ഞ് പൽസിച്ചാൽ ഒരിക്കലും നമ്മളെ വിട്ട് പിശാച് പോകത്തില്ല. അമ്മച്ചിയുടെ കയ്യിൽ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇരിക്കുന്നത്, മീന്, അതിൻ്റെ തല, അതിൻ്റെ ഉടല് അല്ലെങ്കിൽ ആ മീൻ കഷ്ണം. ഇത് പൂച്ചയ്ക്ക് ഇഷ്ടമാണ്, അതിനാണ് പൂച്ച ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള സാധനം പൂച്ചക്കിട്ട് കൊടുക്കാതെ പൂച്ച എത്ര ഓടിച്ചെന്ന് പറഞ്ഞാലും പിച്ചാത്തിയുടെ പിടി വെച്ച് തലക്കിട്ടിടിച്ചെന്ന് പറഞ്ഞാലും പൂച്ച എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ പിശാചിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അതിനെ ഓടിച്ചങ്ങ് വിട്ടേക്കണം. പകരം നമ്മൾ ക്രിസ്തുവിൻ ഇഷ്ടമുള്ള ജീവിതം നമ്മൾ നയിക്കണം. പിശാചിന് ഇഷ്ടമുള്ള, പിശാചിന് ടേസ്റ്റുള്ള കാര്യം നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ പിശാച് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. എത്ര ഉപവസിച്ചാലും, 40 ഇരുന്ന് ഉപവസിച്ചാലും, 21 ദിവസം ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉപവസിച്ചാലും പിശാചിന് ഇഷ്ടമുള്ള പ്രവൃത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതെ പിശാച് നമ്മളെ വിട്ടു പോകത്തില്ല. എന്നാൽ എന്താണ് പിശാചിനിടം കൊടുക്കാതിരിക്കേണ്ടത്? അപ്പോൾ പിശാചിന് ഇടം പിടിക്കത്തക്ക നിലയിൽ നമ്മുടെ മേലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഇവിടെ കിടപ്പുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. 6 കാര്യങ്ങൾ 6 വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുക്കണം. ആ 4-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചാൽ പിശാചിനെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ പിശാചിന് ഇടം പിന്നെ കിട്ടത്തില്ല. എന്താണ് ആ കാര്യം? ഒന്നാമത്തെ വിഷയം 17-ാമത്തെ വാക്യത്തിലാണ്. 4-ാം അധ്യായം 17-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. പിശാചിന് ഇഷ്ടമുള്ള കാര്യം നമ്മളെ വ്യർത്ഥബുദ്ധിയിൽ നടത്തുക. അത് ആർക്കിഷ്ടമാണ്? ആ വാക്യത്തിൽ വായിക്കുന്നു, ഒരു ദൈവ പൈതലിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, വ്യർത്ഥമായി നടക്കുക, തോന്നിയ രീതി നടക്കുക, വഷളായി നടക്കുക, വഴി തെറ്റി നടക്കുക. ഇതാർക്കിഷ്ടമാണ്? പിശാചിന് ഇഷ്ടമാണ്. നാം അങ്ങനെ നടന്നാൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കുകയാണ്. ക്രിസ്തുവിന് അവിടെ ഇടമില്ലാതെ ഇരിക്കുകയാണ്. ക്രിസ്തു പുറത്തും പിശാച് അകത്തും പ്രവർത്തിക്കാൻ ഇടയാകുന്നതിൻ്റെ കാര്യം നമ്മുടെ നടപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്.
വ്യാഖ്യാനിക്കാൻ എനിക്ക് സമയം വേണം. പക്ഷെ നമുക്കറിയാം രാവിലെ എത്ര സമയമാണ് നമ്മൾ എടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. നിങ്ങൾ പുസ്തകം തുറന്ന് നിങ്ങൾ വായിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഒന്നാമത് പിശാചിന് നമ്മുടെ ഇടയിൽ നമ്മളിൽ ഇടം പിടിക്കാനുള്ള കാര്യം നമ്മൾ വ്യർത്ഥമായി നടക്കുന്നത് കൊണ്ടാണ്. ഈ വ്യർത്ഥമായി നടക്കുന്നത് ദൈവത്തിൻ്റെ പൈതലല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധിയിൽ. അപ്പം ജാതികൾ ആരാ? ജാതികൾ ദൈവമില്ലാത്ത, ജീവനുള്ള ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിൽക്കാത്ത, വിശുദ്ധിയിൽ നിൽക്കാത്ത, വേർപാടിൽ നിൽക്കാത്ത വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ജാതികൾ. പക്ഷെ ജാതികൾ വ്യർത്ഥമായിട്ടാണ് നടക്കുന്നത്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് വ്യർത്ഥമായി നടക്കുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ ഉള്ളിൽ പിശാച് ഇടം തേടുകയാണ്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്നു മുതൽ എങ്ങനെ ജീവിക്കണം? വ്യർത്ഥമല്ലാതെ വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഒന്നാമത്തെ വിഷയം അവിടെയാണ്. ഇനി 18-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരിക. അവിടെ പിശാചിന് നമ്മളിൽ ഇടം തേടാനുള്ള ഒരു കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഹൃദയകാഠിന്യം നിമിത്തം. ഹൃദയകാഠിന്യം ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ഹൃദയം ലളിതമായിരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോഴും മനുഷ്യരോട് ഇടപെടുമ്പോഴും ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ചില ആളുകളെ കണ്ടിട്ടില്ലേ? ദയയില്ലാത്ത ഒരു സ്വഭാവം, ഹൃദയകാഠിന്യം. സാധുക്കളോട് വേണ്ട, അപ്പനോട് വേണ്ട, അമ്മയോട് വേണ്ട, ഭാര്യയോട് വേണ്ട, കാഠിന്യമുള്ള ഹൃദയത്തോടുകൂടെ ഇടപെടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാ, ഹൃദയകാഠിന്യത്തോടു കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഒരു അയവില്ലാത്ത, ഒരു എളിമയില്ലാത്ത, ഒരു അനുകമ്പയില്ലാത്ത ഒരു ഹൃദയമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു വല്ലാത്ത കഠിന ഹൃദയമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ, പലരും പറയുന്ന കേട്ടില്ലയോ, അതെന്തോ മനുഷ്യനാ, അവൻ്റെ മനസ്സെന്തോ മനസ്സാ എന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ പിശാചിനിടമുള്ളത് കൊണ്ടാണ്. പിശാചിനിടമുള്ള ഒരു വ്യക്തി ആ ഹൃദയം കഠിനമായിരിക്കും. അതുകൊണ്ടാണ് അപ്പനെ തല്ലുന്നു, അമ്മയെ തല്ലുന്നു, മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ മറ്റു പല നിലയിൽ കൊന്നുകളയുന്നു, കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലിയാക്കുന്നു. ഇതൊക്കെ കാര്യം എന്താണെന്നറിയാമോ? കുത്തുന്നു, കൊല്ലുന്നു, ചവിട്ടുന്നു, ദേഹോപദ്രവം നടത്തുന്നു, അസഭ്യങ്ങൾ സംസാരിക്കുന്നു. ഇതെല്ലാം ഹൃദയകാഠിന്യം കൊണ്ടാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോട് മനസ്സാക്ഷി ഇടപെടുന്നില്ല. ആമേൻ. എപ്പോഴും വഴക്കാണ്, ദേഹോപദ്രവമാണ്, ചീത്ത വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്, വീടിനകത്ത് സ്വസ്ഥതയില്ല, മക്കളോട് ഭയങ്കര വിഷയം, ഭാര്യയോട് ഭയങ്കര വിഷയം, ഭർത്താവിനോട് വല്ല വിഷയം, കീഴ്പ്പെടുന്നില്ല, അനുസരിക്കുന്നില്ല. ഇതെല്ലാത്തിൻ്റെ കാര്യം ഹൃദയകാഠിന്യമാണ്. ഈ ഹൃദയകാഠിന്യം ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ അവിടെ ക്രിസ്തുവില്ല പ്രിയരെ. ആ ഹൃദയത്തിൽ ആരില്ല? കർത്താവില്ല. പകരം സാത്താനിരിക്കുകയാണ്, പിശാചിരിക്കുകയാണ്. അതുകൊണ്ട് എഫെസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. അതിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ കാഠിന്യം എന്ത് ചെയ്യണം? എടുത്ത് കളയണം. ഇനിയും അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കാനുള്ള കാര്യം 25-ാം വാക്യത്തിലേക്ക് വരണം. അവിടെ എഴുതിയിരിക്കുന്ന, ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. കണ്ടോ? പിശാചിന് ഇടം പിടിക്കുന്നതിൻ്റെ കാര്യം, നമ്മളിൽ പിശാച് ഇടം പിടിക്കുന്നതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സത്യം സംസാരിക്കുന്നില്ല. കള്ളത്തരം മാത്രമാണ് പറയുന്നത്. നേരായൊരു വാക്ക് ആരോടും പറയത്തില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരോടാണെങ്കിലും, ഓഫീസിലെ സ്റ്റാഫിനോടാണെങ്കിലും, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോടാണെങ്കിലും, സഭയിലെ ദൈവദാസന്മാരോടാണെങ്കിലും, വിശ്വാസികളോടാണെങ്കിലും, സ്വന്തം വീട്ടിൽ ഭാര്യയോടാണെങ്കിലും, മക്കളോടാണെങ്കിലും, മാതാപിതാക്കളോടാണെങ്കിലും എന്ത് പറയത്തില്ല? സത്യം പറയത്തില്ല.
സത്യം പറയാതെ സത്യം പറയേണ്ട സ്ഥാനത്ത്, സത്യം സത്യമായി സംസാരിക്കേണ്ട സ്ഥാനത്ത് കള്ളമാണ് നീ സംസാരിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കുക, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് സത്യമല്ലാതെ കള്ളമാണ് വരുന്നതെങ്കിൽ, മറ്റുള്ളവരോട് നിങ്ങൾ കള്ളമാണ് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവില്ല, നിങ്ങളുടെ പിശാചുണ്ട്. അതുകൊണ്ട് പിശാചിന് ഇടം പിടിക്കുന്ന മറ്റൊരു സ്ഥാനം, മൂന്നാമത്തെ വിഷയമാണ് സത്യം പറയാതെ കള്ളം പറയുക. അടുത്തത് വായിക്കുന്നു, നാം നമ്മിൽ അവയമല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിച്ചാൽ, അടുത്ത വിഷയമാണ്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. എന്താ കാര്യം? സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. കണ്ടോ, പൗലോസ് പറയുകയാണ്, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യാതെ ഇരിപ്പീൻ. നമ്മൾ മനുഷ്യരാണ്, കർത്താവായ യേശു ക്രിസ്തു പോലും കോപിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ കോപം സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. നമ്മൾ കോപിക്കും, പക്ഷേ ആ കോപം വെച്ചുകൊണ്ട് പാപം ചെയ്യാനോ പിശാചിന് ജയമെടുക്കുവാനോ ഇടയാകരുത്. അതുകൊണ്ട് ഒരു വിഷയത്തിൽ പെട്ടെന്നൊരു കോപം വന്നെങ്കിൽ അത് അന്നേരം എന്ത് ചെയ്യണം? വിട്ടുകളയണം. അത് മനസ്സിനകത്ത് വെച്ച് അത് പുണ്ണാക്കി പഴുത്ത് അത് നാറി മറ്റുള്ളവർക്ക് ഭാരമായി ആ കുടുംബം തകർത്ത്, ആ പള്ളി തകർത്ത്, ആ വീട്ടുകാരെ തകർത്ത്, ആ കുഞ്ഞിൻ്റെ ഭാവി അടച്ചു കളയുന്ന നിലയിൽ നീ എന്ത് ചെയ്യരുത്? കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ സ്നേഹിത നിന്റെ ഭാര്യയോട് നിനക്ക് കോപമുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഏറ്റു പറയണം. നിന്റെ ഭർത്താവിനോട് നിനക്കൊരു കോപം വന്നെങ്കിൽ സന്ധ്യയാകുന്നതിന് മുമ്പ് ക്രമീകരിച്ച് അതിനകത്തൊരു ക്രമീകരണം ഉണ്ടാക്കണം. മാതാപിതാക്കളോടോ മക്കളോടോ നിനക്കൊരു കോപം വന്നെങ്കിൽ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഏറ്റു പറയണം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, ഡി അല്ലെങ്കിൽ ചേട്ടാ, ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ സംസാരിച്ചത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, കാലം കഴിഞ്ഞു. ഇന്ന് ആ കോപം വെച്ചുകൊണ്ട് പാടും, ആ കോപം വെച്ചുകൊണ്ട് വേദപുസ്തകം വായിക്കും, ആ കോപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഒരു പായിരുന്ന പ്രാർത്ഥിക്കുന്നത്, പക്ഷേ രണ്ടുപേരും മിണ്ടിയിട്ട് മാസങ്ങളായി കോപം ഭരിക്കുക. അതുകൊണ്ട് ആ വ്യക്തിയിൽ ആരില്ല? ക്രിസ്തുവില്ല, പകരം പിശാചാണ് ഇരിക്കുന്നത്. അപ്പോൾ നോക്കുക, കോപം ഉണ്ടെങ്കിൽ പിശാചുണ്ട്. നിങ്ങളുടെ സഹോദരനോട് കോപിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിലില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞത്, നിങ്ങൾ യാഗം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യാഗപീഠത്തിൽ ചെന്ന് യാഗം കഴിക്കുന്നതിന് മുമ്പ് യാഗവസ്തുവിനെ അവിടെ വെച്ച് സഹോദരനോട് പോയി ആദ്യ നിരപ്പ് പ്രാപിക്കുക. ആദ്യം നിരപ്പ് പ്രാപിച്ചിട്ട് തിരികെ വന്നിട്ട് നീ പിന്നെന്ത് ചെയ്യുക? യാഗം കഴിക്കുക. അപ്പോൾ കോപം പിശാചിൻ്റെ ഭയങ്കര ആയുധമാണ്. സത്യം സംസാരിക്കാത്തത് പിശാചിൻ്റെ വലിയൊരു ആയുധമാണ്. വ്യർത്ഥ നടപ്പ് അത് പിശാചിൻ്റെ വലിയൊരു ആയുധമാണ്. ആമേൻ. അതുപോലെ തന്നെ ഹൃദയകാഠിന്യം പിശാചിൻ്റെ വലിയ ആയുധമാണ്. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 31 വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഓക്കെ, കോപമുണ്ടെങ്കിൽ പിശാച് നിൻ്റെ ഉള്ളിലുണ്ട്. അടുത്തത്, അവിടെ ക്രിസ്തു ഇല്ല. അടുത്തത് വായിക്കുകയാണ്, ക്രോധമുണ്ടെങ്കിൽ, കുറ്റാരോപമുണ്ടെങ്കിൽ, ദൂഷണമുണ്ടെങ്കിൽ, നോക്കുക, ദുർഗുണമായ സ്വഭാവം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ കർത്താവില്ല. പിന്നെ നീ പാടിയിട്ട് കാര്യമില്ല, ഈ പുസ്തകം എടുത്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, നീ ഒരു വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം നീ പിശാചിന് ഇടം കൊടുക്കാതെ, നമ്മൾ വായിച്ച വാക്യം, പിശാചിന് ഇടം കൊടുക്കാതെ, പിശാചിന് നിൻ്റെ ഉള്ളിൽ ഇടം കൊടുത്താൽ ഈ വക കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യും? വയ്ക്കും. നമ്മളൊരാൾക്ക് നമ്മുടെ വീട് താമസിക്കാനായിട്ട് കൊടുത്താൽ ആ വ്യക്തിക്കുള്ള സകല ഫർണിച്ചറും ഫ്രിഡ്ജും അലമാര അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും, വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി, സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിള്, തുണികൾ എല്ലാം അവനുള്ളതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് അവൻ പാർക്കുന്നത് പോലെ പിശാചിന് നമ്മുടെ ഹൃദയം ഇടം കൊടുത്താൽ അവിടെ ക്രിസ്തുവിന് സ്ഥാനമില്ലാതെ പിശാചിനുള്ളതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ പിശാച് തകർക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുക, പിശാചിന് ഇടം എന്ത് ചെയ്യരുത്? കൊടുക്കരുത്.
ഈ വക കാര്യങ്ങൾ പിശാച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിലില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിലില്ല. പിശാച് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട്, നമുക്ക് നിത്യരക്ഷയുണ്ട്, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമുണ്ട്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറും. മറിച്ച് സാത്താനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾ വ്യർത്ഥമായി നടക്കും. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ അകന്നുപോകും. നിങ്ങൾ സത്യത്തിന് പകരം കള്ളം സംസാരിക്കും. നിങ്ങൾ കോപിക്കും, പക്ഷെ ക്ഷമ ഉണ്ടാകുകയില്ല. കോപവും ശാഠ്യവും അതുപോലെ തന്നെ കുറ്റാരോപണവും ദൂഷണവും നമ്മുടെ ഉള്ളിൽ പിശാച് കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ പുറംകാല് കൊണ്ട് ചവിട്ടരുത്. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ വചനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് നിങ്ങളെ നശിപ്പിക്കും. ക്രിസ്തുവിന് നിങ്ങൾ ഇടം കൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു വാഴട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഭരിക്കട്ടെ. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് രുചിയാകട്ടെ, ഉപ്പിനാൽ ടേസ്റ്റ് വരുത്തുന്നതാകട്ടെ. നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് പ്രശംസയാകട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കീർത്തിയായി മാറട്ടെ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടുവരിക. പിശാചിനോട് വിട പറയുക. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കാതെ നമ്മുടെ ജീവിതം നയിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം. ഈ സന്ദേശം ചില പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിലേക്ക് നയിക്കണേ. കെട്ടുകളിൽ നിന്ന് അഴിക്കണേ. ദുഷ്ടശക്തികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. കർത്താവെ, ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞ ദൂത് ആമേൻ വീട് തരാമെന്നോ കാറ് തരാമെന്നോ ഞങ്ങളുടെ സ്ഥിതി മാറ്റാമെന്നൊന്നും അല്ല പറഞ്ഞത്. പിശാചിന് ഇടം കൊടുക്കരുതെന്നാണല്ലോ. പിശാച് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയാൽ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമല്ലോ. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ലൈഫ് മാറുമല്ലോ. ഞങ്ങൾക്ക് വലിയ വിടുതൽ ഉണ്ടാകുമല്ലോ. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവേ, ഈ സന്ദേശം കേട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധമായ നിലയിൽ രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കടഭാരമുള്ളവരുണ്ട്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ലാതെ നാമെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്വന്തമായി വീടില്ലാതെ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കാതെ ക്രിസ്തുവിനിടം കൊടുത്ത് ആത്മാവിൽ ക്രിസ്തുവിൻ്റെ ഫലം ധരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ മാനിക്കണേ, ആദരിക്കണേ, ബലപ്പെടുത്തണേ, കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിശാചിന് ഇടം കൊടുക്കരുത്, കർത്താവിന് ഇടം കൊടുക്കുക. പിശാചിന് ഇടം കൊടുത്താൽ വാടകക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ നേരത്ത് അവനുള്ളതെല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് പോലെ പിശാചിന് ഇടം കൊടുത്താൽ പിശാചിനുള്ളതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മൾ നശിക്കും. നമുക്ക് വീണ്ടെടുപ്പ് നഷ്ടപ്പെടും, നിത്യ നഷ്ടപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് വളരാം, ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.